സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. മഹാസരസ്വത്യൈ നമഃ. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിലേക്ക്, ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ യജ്ഞത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. നവമസ്കന്ധം ചതുർത്ഥ അധ്യായമാണ് ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങിയത്. തന്നെ പരിണയം ചെയ്യാൻ ആഗ്രഹിച്ച സരസ്വതി ദേവിയെ കൃഷ്ണൻ ഉപദേശിക്കുന്ന വാക്കുകളാണ് അവലോകനം ചെയ്തു കൊണ്ടുവന്നത്. വൈകുണ്ഠത്തിലേക്ക് പോയി ആ ലക്ഷ്മിപതിയായ മഹാവിഷ്ണുവിനെ സ്വീകരിച്ച് ലക്ഷ്മിയോടൊത്ത് ശ്രീഹരിയോടുകൂടി ആ വൈകുണ്ഠത്തിൽ സുഖമായി കഴിഞ്ഞോളൂ എന്ന് പറയുന്ന ഭാഗങ്ങൾ വരെ നമ്മൾ ഇന്നലെ അവലോകനം ചെയ്തു. തുടർന്നു കൊണ്ട് പറയണു, മാഘമാസത്തിലെ ശുക്ല പഞ്ചമി തിഥിയിലും വിദ്യാരംഭ ദിനത്തിലും സകല ലോകങ്ങളിലും ഗൗരവപൂർവം മഹത്തായ സരസ്വതീ പൂജ നിർവഹിക്കപ്പെടും. മനുഷ്യരും മനുക്കളും മുനീന്ദ്രന്മാരും മുമുക്ഷുക്കളും വസുക്കളും യോഗികളും സിദ്ധന്മാരും നാഗന്മാരും ഗന്ധർവന്മാരും രക്ഷസുകളും ഓരോ കൽപ്പത്തിൻ്റെയും അന്ത്യം വരെ എൻ്റെ അനുഗ്രഹത്താൽ ഭക്തിപൂർവം ഷോഡശോപചാരങ്ങളോടുകൂടി നിന്നെ പൂജിക്കും. ഷോഡശോപചാരം എന്ന് പറഞ്ഞാൽ 16 വിധത്തിലുള്ള ഉപചാരങ്ങളോട് കൂടിയ ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ പൂജയാണ്. അതിലെ ആവാഹനം മുതൽ ഉദ്വാഹനം വരെയുള്ള 16 ഷോഡശ ഉപചാരങ്ങൾ ആവാഹനം ചെയ്ത് ഇരിക്കാനായിട്ടുള്ള ഉചിതമായ സിംഹാസനം പീഠം കൊടുത്ത് ഇരുത്തി പാദ്യം അർഘ്യം ആചമനീയം മധുവർക്കം മുതലായവ കൊടുത്ത് സ്നാനം, വസ്ത്രം, ആടയാഭരണഭൂഷണങ്ങൾ എല്ലാം നൽകി ധൂപദീപ നൈവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് സ്തുതികീർത്തനങ്ങൾ, വാദ്യഘോഷങ്ങൾ, മേളങ്ങൾ, അർച്ചനകൾ മുതലായവ എല്ലാം ചെയ്ത് അവസാനം കർപ്പൂരാരത്തി കാണിച്ച് പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്ത് ഉദ്വാഹനം ചെയ്യുന്നതുവരെയുള്ള 16 വിധമായിട്ടുള്ള ഉപചാര പൂജകളെയാണ് ഷോഡശോപചാര പൂജകൾ എന്ന് പറയുന്നത്. സംയമശീലരും ജിതേന്ദ്രിയുമായിട്ടുള്ള കണ്വശാഖയിൽ പറഞ്ഞിരിക്കുന്ന വിധിയനുസരിച്ച് ധ്യാനിക്കുകയും ഘടത്തിലോ പുസ്തകത്തിലോ ആവാഹിച്ച് നിന്നെ പൂജിക്കുകയും ചെയ്യും. സ്വർണം കൊണ്ട് രക്ഷയുണ്ടാക്കിയതിൽ നിന്റെ കവചമേതിയ ഗന്ധചന്ദനാദികൾ പുരട്ടി കഴുത്തിലോ വലതുകൈയിലോ ധരിക്കും. അറിവുള്ളവർ പൂജ സമയത്ത് നിന്റെ കവചം ജപിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ സർവപൂജിതയായ ആ സരസ്വതി ദേവിയെ ആദ്യം കൃഷ്ണൻ തന്നെ പൂജിച്ചു എന്ന് പറയാണ്. പിന്നീട് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവർ സരസ്വതി ദേവിയെ പൂജിച്ചു. അനന്തനും ധർമ്മനും സനകാദികളായ മുനീന്ദ്രന്മാരും സകല ദേവന്മാരും മുനിമാരും രാജാക്കന്മാരും മനുഷ്യരും തുടങ്ങിയവരും ദേവിയെ പൂജിച്ചു. അങ്ങനെ സരസ്വതിയെ സർവ്വലോകരും നിത്യേന പൂജിക്കാൻ തുടങ്ങി. അപ്പോഴാണ് നാരദൻ സംശയം ചോദിക്കുന്നത്. പൂജാവിധാനം കവചം ധ്യാനം ചാപി നിരന്തരം പൂജോപയുക്തം നൈവേദ്യം പുഷ്പം ച ചന്ദനാദികം. പൂജാവിധി, കവചം, ധ്യാനം, ഉപയോഗിക്കാവുന്ന നൈവേദ്യം, പുഷ്പം, ചന്ദനാദികൾ തുടങ്ങിയവയെപ്പറ്റി വേദജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ അങ്ങ് വിവരിച്ച് എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് നാരദൻ ചോദിച്ചപ്പോഴാണ് അതെല്ലാം ദീർഘമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. നാരദർഷി, നാരദ, ജഗന്മാതാവായ സരസ്വതിയുടെ പൂജാവിധി ഉൾപ്പെടെയുള്ള കണ്വശാഖാ സമ്പ്രദായത്തെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക. മാഘമാസത്തിലെ ശുക്ല പഞ്ചമിയിലും വിദ്യാരംഭ ദിനത്തിലും ഈ പൂജ ചെയ്യാം.
തലേ ദിവസം തന്നെ ഈ പൂജ ചെയ്യാനുള്ള സങ്കല്പം ചെയ്തിട്ട് അതുമുതൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത് ശുചിത്വമുള്ളവരായിരിക്കണം. സ്നാനം നിത്യകർമ്മം ചെയ്തതിന് ശേഷം ഭക്തിപൂർവം ഒരു കലശം സ്ഥാപിക്കണം. അവരവരുടെ ശാഖ ഏത് ഗോത്രത്തിൽ നിന്നാണോ വരുന്നത് അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള വിധിയനുസരിച്ച് അഥവാ താന്ത്രിക വിധി പ്രകാരമോ വേണം ഈ കലശം സ്ഥാപിക്കാനായിട്ട്. കലശം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു കുടം. അത് വേണമെങ്കിൽ പിച്ചള, ചെമ്പ്, ഓട, വെള്ളി, സ്വർണം എന്തുകൊണ്ട് വേണമെങ്കിലും ആവാം. ആ കലശത്തിന് നൂലെല്ലാം ചുറ്റി, കലശവസ്ത്രമെല്ലാം ചുറ്റി, അതിന് പുഷ്പമാല അർപ്പിച്ച് കുങ്കുമം, ചന്ദനം മുതലായതുകൊണ്ട് അലങ്കരിച്ച് അതിൽ ശുദ്ധമായിട്ടുള്ള ജലം നിറച്ച് ആ ജലത്തിലും നമുക്ക് സുഗന്ധദ്രവ്യങ്ങളെല്ലാം ആ ജലത്തിലിട്ട് മാവല, ആലിൻ്റെ ഇല, ദർഭ മുതലായവയെല്ലാം അതിൽ വേണ്ട വിധത്തിൽ സ്ഥാപിച്ച് നാളികേരം അതിൻ്റെ മുഖഭാഗത്ത് വെച്ച് ഒരു നാണയം ആ കലശത്തിനകത്തിട്ട് 1 രൂപ, 5 രൂപ, 10 രൂപയുടെ കോയിനാണ് പറയുന്നത്. സ്വർണമോ വെള്ളിയോ ആണ് ഇടേണ്ടത്. എന്തും ആവാം. അങ്ങനെ ആ കലശം, പല വിധത്തിലുള്ള കലശങ്ങളുണ്ട്. ഞാൻ ജലം കൊണ്ടുള്ള കലശത്തിനെ പറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചന്ദനക്കുടമാവാം, പനിനീര്, പാല്, തൈര്, അങ്ങനെ പല വിധത്തിലും കലശങ്ങൾ സ്ഥാപിക്കാറുണ്ട്. നമ്മൾ ഏത് ദേവനെ, ഏത് ദേവിയെ പൂജിക്കുന്നുവോ, എന്താണ് അഭിഷേകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ അതനുസരിച്ചിട്ട് കലശസ്ഥാപനം ചെയ്യും. ഒരു വാഴയില വിരിച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ധാന്യം വെച്ച് അതിൻ്റെ മുകളിൽ കലശം സ്ഥാപിക്കാറുണ്ട്. അല്ലെങ്കിൽ സ്വസ്തിപത്മം മുതലായിട്ടുള്ള പത്മങ്ങൾ നിലത്ത് വരച്ച് ആ പത്മത്തിൻ്റെ മുകളിലും കലശം സ്ഥാപിക്കാറുണ്ട്. നല്ല ഒരു പലക, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വസ്ത്രങ്ങൾ, ശുദ്ധമായ പുതിയ വസ്ത്രങ്ങൾ വിരിച്ച് അതിൻ്റെ മുകളിൽ കലശം സ്ഥാപിക്കാറുണ്ട്. ഇതൊക്കെ തന്ത്രമന്ത്ര വിധികളനുസരിച്ച് ചെയ്യേണ്ടതാണ്. സന്ദർഭോചിതമായിട്ട് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരവരുടെ വിധിപ്രകാരം പിന്നീട് ഓരോ ഗോത്രങ്ങളും ഓരോ ദേശത്തിലുള്ളവരും മറ്റും ഓരോരോ വിധത്തിലാണ് കലശ പൂജകളൊക്കെ ചെയ്യാറുള്ളത്. അവരവരുടെ ഗോത്രത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യാം. സ്വയമായിട്ടോ അല്ലെങ്കിൽ അതെല്ലാം മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിച്ച ആരെങ്കിലും നമ്മൾ ആചാര്യനായി സ്വീകരിച്ച ആചാര്യ മുഖേനയോ എല്ലാം ചെയ്യാവുന്നതാണ്. ആദ്യം ഗണപതിയെ പൂജിക്കണം, പിന്നെ അഭീഷ്ടധാനിയായിട്ടുള്ള ദേവിയെ പൂജിക്കാം. ഇനി പറയാൻ പോകുന്ന ധ്യാനം മന്ത്രങ്ങൾ കൊണ്ട് ധ്യാനിച്ച് ഘടത്തിൽ ആവാഹിച്ചിട്ട് വീണ്ടും ധ്യാനിച്ച് വ്രതാനുഷ്ഠാന നിഷ്ഠയോടുകൂടി ഷോഡശോപചാര പൂജ ചെയ്യണം. പൂജയ്ക്ക് ഉപയുക്തമായി വേദത്തിൽ വിധിച്ചിട്ടുള്ള നൈവേദ്യങ്ങളെപ്പറ്റി പറയാം. ആഗമ അനുസൃതം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പറയാം. നല്ല തൂവെണ്ണ, പുതിയ വെണ്ണ, തൈര്, പാല്, മലര്, എള്ളുണ്ട, കരിമ്പിൻ്റെ നീര്, നല്ല ശർക്കര, തേന്, അതേമാതിരി മധുര പലഹാരങ്ങൾ, വെളുത്ത കേടില്ലാത്ത ധാന്യാക്ഷതകൾ, വെളുത്ത ധാന്യം പൊടിയാതെ ഇടിച്ചെടുത്ത അവില്, കുഴക്കട്ട, വെളുത്ത കുഴക്കട്ട, നെയ്യപ്പം അതായത് ഉണ്ണിയപ്പം, അത് ഉപ്പിട്ടതാണെങ്കിൽ ഉപ്പിട്ട അപ്പമാവാം, എല്ലാം നെയ്യൊഴിച്ചുള്ളതാണെങ്കിൽ മധുരം ശർക്കര ചേർച്ച ഉണ്ണിയപ്പമാവാം. വിധിപ്രകാരം ഉണ്ടാക്കുന്ന പൊങ്കൽ, ഗോതമ്പ് മാവ് നെയ്യിൽ കുഴച്ചുണ്ടാക്കുന്ന അപ്പം,
പാൽപ്പായസം, നെയ്പ്പായസം, ശർക്കര പായസം, നാളികേരം, നാളികേര ജലം, അതേമാതിരി വാഴപ്പഴം, കദളീഫലം,